ജൂലൈ ഷാജി വധക്കേസിലെ 7 പ്രതികളെ നൊട്ടോറിയസ് ക്രിമിനൽസിനെ പാർട്ടി ഇടപെട്ട് സർക്കാർ പുറത്തിറക്കാൻ പോവുകയാണ്. ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഈ 7 പ്രതികൾ ഇപ്പോൾ പുറത്തിറങ്ങും. ഈ പടുവിലാഴി ഷാജി എന്ന് പറയുന്ന വ്യക്തി CPM നിന്ന് RSSലോട്ട് 2002 ജനുവരിയിലാണ് പോകുന്നത്. പോകുമ്പോൾ വേങ്ങാട് പഞ്ചായത്തിൽ വെച്ച് ഇയാളെ നിഷ്കരണം വെട്ടിക്കൊന്നു, ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച്. അപ്പോൾ ഇതിലെ പ്രതികളെയാണ് ഈ ചീമേനി ജയിലിൽ നിന്ന് ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്നത്. തുറന്ന ജയിലിലാണ് അവർ വിട്ടിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവർ പുറത്തിറക്കാൻ പോകുന്നത്. എന്താണ് സർക്കാരിന് ഇതിൻ്റെ പിന്നിലെ മോട്ടീവ്, ഉദ്ദേശം? മനസ്സിലാക്കിയെടുത്തോളം ഈ കണ്ണൂരുകാരായ ഇവരെല്ലാം കൂത്തുപറമ്പുകാരാ. അത് CK അശോകൻ, വടവതിൽ അശോകൻ, സുരേന്ദ്രൻ, രാജീവ്, രജീഷ്, പ്രമോദ്, ഇത്രയും പേര് ആറ് പേരെ ഇറങ്ങുന്നത്. ഈ കേസിൽ മൊത്തം 7 പേരാ. അതിൽ ശ്രീധരൻ മരിച്ചുപോയി. ബാക്കിയുള്ള 6 പേര് ചീമേനി തുറന്ന ജയിലിൽ കിടപ്പുണ്ട്. ഇവരെല്ലാം കൂട്ടത്തോടെ ഇറക്കാനാണ് പോകുന്നത്. ജയിൽ ഉപദേശക സമിതിക്ക് ഇവർ അപേക്ഷ സമർപ്പിച്ചു. ചീമേനി ജയിലിൽ 18 പേരാണ്, അതായത് 14 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിച്ചത്. 14-ൽ 10 അംഗീകരിച്ചു. അതിൽ 6 ഈ കേസിലെ പ്രതികളാണ്. ഇവരൊക്കെ സർക്കാർ ഉദ്ദേശിക്കുന്നത്, ഇവർ 2002 ഈ കൊലപാതകം നടന്നെങ്കിലും 2010 ഇവരെ ശിക്ഷിച്ചത്. 14 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ. കണ്ണൂരിൽ CPM ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം പോരാ, പണി അറിയില്ല. അവിടുത്തെ CPM പിള്ളേർക്ക് പണി അറിയില്ല. നേരെ ചൊവ്വേ ഒരു ബോംബ് ഉണ്ടാക്കാൻ പോലും അറിയില്ല. അതുകൊണ്ടാണ് പൊട്ടിത്തെറിച്ച് ഇപ്പോൾ ഇടയ്ക്ക് 2 പേര് മരിച്ചത്. CPM ബോംബ് ഉണ്ടാക്കുന്നതിലൂടെ ആണോ കണ്ണൂർ പിടിച്ചിരിക്കുന്നത്? പിന്നല്ലാതെ ഇത് അടിച്ചു നിന്നിട്ടല്ലേ. കണ്ണൂർ അടിച്ചു നിന്ന് കണ്ണൂർ അവിടെ ചെന്നിട്ട് CPM നേതാക്കൾ 2 മാടപ്രാവുകളെ പറത്തിവിട്ട് കഴിഞ്ഞാൽ അവരുടെ സംഘടന വളരില്ല, പാർട്ടി വളരില്ല. പാർട്ടി അടിച്ചു നിന്നാലേ പാർട്ടി വളരുള്ളൂ. കൊണ്ടും കൊടുത്തുമാണ് കണ്ണൂർ ഇരിക്കുന്നത്. K. സുധാകരൻ ആ ലൈനിൽ നിന്നത് കൊണ്ടാണ് കണ്ണൂർ K. സുധാകരൻ വളർന്നത്. K. സുധാകരന്റെ കയ്യിലിരിപ്പ് തിരിച്ചടിക്കാൻ K. സുധാകരൻ ഇറങ്ങിയപ്പോൾ K. സുധാകരൻ വളർന്നു. ഇപ്പോൾ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. ഈ ബോംബ് പൊട്ടിത്തെറിച്ച് കണ്ണൂർ ഇവന്മാർ ഈ ഐസ്ക്രീമിലൊക്കെ ബോംബ് ഉണ്ടാക്കും. ഐസ്ക്രീമിന് മറ്റേ പെട്ടിയൊക്കെ എടുത്ത് ബോളുണ്ടല്ലോ, ഇതിലൊക്കെ ബോംബ് ഉണ്ടാക്കി കൊണ്ടുവെക്കും. എന്നിട്ട് ഇത് ഇവന്മാർ ഇതിന് തന്നെ പൊട്ടും. അറിയത്തില്ല, പണി അറിയില്ല. സ്ഥാനത്തൊക്കെ വെച്ചോണ്ട് പോകും പൊട്ടി. മറ്റേ ഒരു സിനിമയ്ക്കകത്ത് ഈ എണ്ണുമല്ലോ, 10 ഇങ്ങനെ എണ്ണി എന്നിട്ട് ബാക്കി എണ്ണ നേരത്തെ ഇതെടുത്ത് കാലിലോട്ട് വെച്ചിട്ട് ഒറ്റപ്പെട്ടൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഈ CPM ഇത് നന്നായിട്ട് അറിയാം. ഈ പിള്ളേർക്ക് ഈ പണി അറിയില്ല, പുതുതായിട്ട് ഇറങ്ങുന്ന പിള്ളേർക്ക് ഈ പണി അറിയില്ല, നേരെ ചൊവ്വേ അറിയില്ല എന്നുള്ളത്. പിന്നെ പാർട്ടിയോട് ആത്മാർത്ഥതയുള്ളവരും കുറവാണ്. പുതിയ ഈ പറയുന്ന യുവാക്കളിൽ പാർട്ടിയോട് ഇതുപോലെ ആത്മാർത്ഥത കാണിക്കുന്നവർ കുറവാണ്. ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നേരിടാൻ പറ്റണം. പാർട്ടിക്ക് ഈ പറയുന്ന പോലെ ഭൗതിക തലത്തിലുള്ള ആൾക്കാർ മാത്രം പോരാ, കായികപരമായ ഒരു കാര്യത്തെ നേരിടാൻ പറ്റുന്ന ആൾക്കാർ കണ്ണൂരിൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് പിടിച്ചിരിക്കാൻ. കതിരൂർ മനോജിനെ കൊന്ന എങ്ങനെയാണ്? കതിരൂർ മനോജിനെ കൊല്ലാൻ എളുപ്പം എടുക്കാൻ പറ്റില്ല, പാർട്ടിയെ കൊണ്ട് നടക്കില്ല എളുപ്പം. കതിരൂരിനെ എടുക്കാന്ന് പറഞ്ഞാൽ, മനോജിനെ എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പം നടക്കില്ല. അതവർ റൗണ്ട് ഇട്ട് കൊടുത്തപ്പോൾ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്തത്? കതിരൂർ മനോജ് ഒരാളുമായിട്ട് ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഓമ്നി വാനിന് നേരെ ബോംബെറിഞ്ഞു കൊടുത്തു. ഈ കൊല്ലുന്നതിന് മുമ്പേ ഇവരെ പേടിപ്പിക്കാൻ തന്നെ ബോംബ് എറിയുന്നത് അല്ല. ഈ ബോംബെറിയാന്ന് വെച്ചാൽ വണ്ടി ഇടിച്ച് കൊല്ലാൻ പറ്റില്ല. അതിൽ രോഗിയടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു. ആ വണ്ടിയിൽ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടുന്ന മനോജിനെ മാത്രമായിരുന്നു. അപ്പം മനോജിനെ മാത്രമായതുകൊണ്ട് മനോജിന് ഓമിനിക്ക് നേരെ ബോംബെറിഞ്ഞു കൊടുത്തു. ഓമിനിയുടെ താളം തെറ്റി, ബാലൻസ് തെറ്റി, വണ്ടി പോസ്റ്റിൽ പോയി ഇടിച്ചപ്പോൾ മനോജിനെ ഇറക്കി വെട്ടി കൊന്ന് ഉറപ്പാക്കുന്നതിന് ശേഷം മണ്ണുവാരി ഇട്ട് കൊടുത്തു. എന്തിനാ? ചത്തില്ലെങ്കിൽ ഈ മണ്ണ് ദേഹത്ത് കിടന്ന് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, സ്റ്റിച്ച് ചെയ്യരുത്. അവർ ഉദ്ദേശം ഉണ്ട്. മണ്ണുവാരി ഇട്ട് കൊടുത്തു. വളരെ പ്ലാൻഡ് ആയിട്ടാ കതിരൂർ മനോജിനെ അവരെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് അന്നേരവും പകുതി തീർന്നില്ല. എന്നിട്ട് ഇവരുടെ പകുതി തീർന്നില്ല. കതിരൂർ മനോജ് മരിച്ച 1-ാം വാർഷികത്തിനന്ന് ഈ വണ്ടി ഇടിച്ച പോസ്റ്റിൽ ഇവർ പട്ടിയെ കെട്ടിത്തൂക്കി. ഒരു തെരുവ് നായയെ തല്ലിക്കൊന്നിട്ട് അതിനെ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിട്ട് കൊടുത്തു. അതൊക്കെ നമ്മൾ ഗൂഗിൾ ഇമേജ് നോക്കി അതൊക്കെ കാണാൻ പറ്റും. അത് ഇപ്പോഴും ഉണ്ട്. ആ സമയത്തുള്ള വാർത്തകൾ, പഴയ വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത്, പഴയ വാർത്തകളാണ്. അപ്പോൾ ഇമാതിരിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, എതിരാളികളെ വിറപ്പിക്കാൻ പറ്റുന്ന പാർട്ടി ഗുണ്ടകൾ ഇപ്പോൾ അവിടെ ഇല്ല. പാർട്ടി ഓഫീസിൽ കിടന്ന് പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്നവരില്ല. അപ്പോൾ ഇവരിൽ പലരും ഇപ്പം എന്തുവാ, ഈ ആത്മധൈര്യമുള്ളവർ പലരും അകത്ത് കിടക്കുക. പിന്നെ ഒന്നാലോചിക്കണം, ചീമേനി തുറന്ന ജയിലാണ്. കാസർഗോഡ് ചീമേനി തുറന്ന ജയിലാണ്. അവിടെ കൊണ്ടുവിടണമെങ്കിൽ എന്ത് വേണം? മാനസാന്തരപ്പെടണം. ഒരു പ്രതി മാനസാന്തരപ്പെടുകയും അയാൾ പുതിയ സാഹചര്യത്തോട് ഇണങ്ങുകയും പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പുണ്ടപ്പോഴാണ് ഒരാളെ തുറന്ന ജയിലിലേക്ക് എന്ത് ചെയ്യുക, ജയിലിൽ നിന്ന് മാറ്റുക. അത് ജയിൽ ഉപദേശക സമിതിയും, അത് സൈക്കോളജിക്കലായിട്ടുള്ള സാധനമാണ്. ഒരേ കേസിൽ 6 പ്രതികൾക്ക് മാനസാന്തരം വന്നു. ഷാജിയെ കൊന്ന 6 പേർക്ക് മാനസാന്തരം വന്നു. ഒരുമിച്ച് മാനസാന്തരം വന്നിട്ട് ഒരുമിച്ച് ഇറങ്ങാനും പോവാണ്. ഇവരെല്ലാവരുടെ ചീമേനി ജയിലിൽ പോയി. അവിടെ കിടന്ന് അശോകൻ ഫോൺ ചെയ്തു. അവിടെ കിടന്ന് ഫോൺ ചെയ്തു. അശോകൻ ഫോൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണണം. അതായത് ഇങ്ങനെ കിടന്ന് മറ്റേ അനന്തപത്മനാഭൻ ശയിക്കുന്നത് പോലെ കിടന്ന് ഫോൺ ഇങ്ങനെ ചെയ്യാണ് പുള്ളി. ഇതിന്റെ വീഡിയോ, CCTV വീഡിയോ പുറത്തു വന്നു.
പിന്നെ ജയിൽ സൂപ്രണ്ട് ഇയാൾക്കെതിരെ റിപ്പോർട്ട് എഴുതി. ഉത്തരമേഖല DIGയുടെ കയ്യിൽ ഇത് കയ്യിൽ വന്നു. പിന്നെ ഉത്തരമേഖല DIG റിപ്പോർട്ട് എഴുതി ഇയാളെ എടുത്തിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടിടാൻ പറഞ്ഞു. ഈ ഉത്തരവ് പൂഴ്ത്തി. അടുത്ത സ്പോട്ടിൽ എന്താ, ജയിലിൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ അടുത്ത സ്പോട്ടിൽ ജയിൽ മാറ്റണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഒരു കുറ്റമാണ്, ക്രൈമാണ് ജയിൽ ഫോൺ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല. ഫോൺ ആരാ കൊടുത്തത്? അതാണ് ഒരു ചോദ്യം. ഇത് ക്രൈമാണ്. പോലീസുകാർ അറിയാതെ ഫോൺ അയാളുടെ കൈ വരില്ല. അങ്ങനെ ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, പിന്നെ ഇയാൾ ഫോൺ ഉത്തരമേഖല DIG റിപ്പോർട്ട് എഴുതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാറ്റാൻ പറഞ്ഞു, മാറ്റിയില്ല. പിന്നെ അതും പോരാഞ്ഞിട്ട് ശിക്ഷ ഇളവ് കിട്ടാൻ പാടില്ല. എന്നിട്ടും ജയിൽ ഉപദേശക സമിതി ഇപ്പോൾ കൊടുത്തിരിക്കണം, ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ കിടക്കി 6 പേരും പുറത്തോട്ട് ഇറങ്ങാൻ പോവുക. ഇനി ബാക്കിയുള്ള ക്രൈമിലുള്ള കേസുകളുണ്ട്, കൊലപാതക കേസ് പുറത്തിറക്കുന്നത്. മോട്ടീവ് ഞാൻ പറഞ്ഞില്ലേ, CPM അടിച്ചു നിൽക്കണം, തിരിച്ചടിച്ച്. ബാക്കിയുള്ളവരോട് BJP വളരുന്നുണ്ട്, അതാണ് പ്രധാന കാര്യം. BJP ആണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. BJP നേരിട്ടേ പറ്റൂ. അവർക്ക് എന്തായാലും മറ്റവരും ഓക്കെയാണ്. മറ്റൊരു വളർന്നാലും ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും അവന്മാർ ഇനി ഇപ്പൊ എന്തായാലും മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊന്നും ഇനി തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അവന്മാർ രംഗത്തിറങ്ങാൻ പോകുന്നില്ല. അത് അവന്മാർക്കുള്ള വോട്ട് ഇവർക്ക് ഏകദേശമൊക്കെ പകുതി ഇവർക്കും കിട്ടും, പകുതി കോൺഗ്രസ്. BJP ടാർഗറ്റ് ചെയ്യുന്നത്. BJP അവിടെ നോട്ട വിട്ടിട്ടുണ്ട്. BJP അവിടെ വലിയ രീതിയിൽ നോട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സേവാഭാരതിയുടെ പ്രവർത്തനം. സേവാഭാരതി വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട് കണ്ണൂര്. വലിയ പ്രവർത്തനം നടത്തുന്നത്. നിമിഷ നേരം കൊണ്ടാണ് സേവാഭാരതിയുടെ തലങ്ങും വിലങ്ങും ഓടുവാണ്. സേവാഭാരതിയുടെ ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും ഓടാണ്. ഫ്രീ ആണ്, സർവീസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രീ സർവീസാണ്. അപ്പൊ ഈ പറയുന്ന അഗതികൾക്ക്, അശരണർക്ക്, ഒന്നുമില്ലാത്തവർക്ക്, പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കോടെ, ഒന്നും നോക്കുന്നില്ല. ഏതാ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നല്ലൊരു കാര്യമല്ലേ അവർ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്കതങ്ങോട്ട് ഈ RSS ചെയ്യുന്നില്ല. അതാണ് അത്. ഇനിയിപ്പം നല്ല നേതാക്കന്മാരെ പൊക്കി എടുക്കും. നല്ല നേതാക്കന്മാരെ, അതായത് ഇവർ പണ്ട് സന്ദേശ സിനിമയിൽ പറയില്ല, നല്ല അവരുടെ കൂട്ടത്തിൽ നല്ല കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട് അവർക്കെതിരെ വല്ല പെണ്ണ് കേസോ പീഡന കേസോ, ഇതങ്ങനല്ല. ഈ നല്ല നേതാക്കന്മാരെ പോയി എടുക്കണം. ഇപ്പൊ എന്ത് ചെയ്യും, ഒരാളെ നല്ല നേതാവിനെ നോക്കി എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അവരും തിരിച്ചടിക്കും. ഇവരുടെ ആരെങ്കിലും പോകും, ഇവരുടെയും കൂട്ടത്തിൽ ഒരാൾ പോകും. രക്തസാക്ഷി പരിവേഷം വന്നു. ഇങ്ങനെയാണ് പാർട്ടി വളരുന്നത്. ഇവിടെ ഒരു കോളേജിൽ എങ്ങനെയാണ് ആദ്യത്തെ SFIയുടെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാൾ എങ്ങനെയാണ് ഉണ്ടായത്? പുള്ളിക്ക് ചെറിയൊരു കുത്തുകൊണ്ട്, പേനാക്കത്തിയുണ്ട് കൊണ്ട് കുത്തുകൊണ്ട് എന്താണ് ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എന്താ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചികിത്സിക്കണം, സ്റ്റിച്ച് ചെയ്യണം. 3 നിലയുള്ള കോളേജിൽ ഈ പരിക്കേറ്റവനെയും കൊണ്ട് മുദ്രാവാക്യം വിളിച്ചു SFI. കോറിഡോറിലൂടെ ഈ കുത്തേറ്റവനെയും കൊണ്ട് കോറിഡോറിലൂടെ മുദ്രാവാക്യം വിളിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, അടിച്ചിരിക്കും തിരിച്ചടിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചു. അവൻ രക്തം വാർന്ന് 3ാമത്തെ നിലയിൽ നിന്ന് താഴെ പടിയിലോട്ട് ഇറങ്ങുമ്പോൾ അവൻ ചത്തുപോയി, മരിച്ചുപോയി. അങ്ങനെയാണ് ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാൾ SFIക്ക് ഉണ്ടാകുന്നത്. ഇതെങ്ങനെ ഉണ്ടായി? ചരിത്രം അന്വേഷിക്കുക. ഇതിന്റെ ഒരു ഹിസ്റ്ററിയാണ്. രക്തസാക്ഷിയിലൂടെയാണ് ഇവർ വളരുന്നത്. അപ്പൊ ഇനി എന്ത് വേണം? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ കാര്യം വളരെ ഗതികേടിലാവും. പ്രത്യേകിച്ച് കണ്ണൂർ ഇത് ബാധിക്കും. കണ്ണൂർ ഇപ്പൊ കണ്ടോ, നമ്മള് വടകര, കണ്ണൂര് 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ CPMന് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി വലുതാണ്, ഭീകരമായിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ പിടിച്ചു നിന്നാലും പഴയ ഒരു പ്രതാപം CPMന് അവിടെ കിട്ടത്തില്ല. അത് CPMന് നന്നായിട്ട് മനസ്സിലായി. കാര്യം നല്ലൊരു ശതമാനം വോട്ട് BJP കുടിച്ചു വിട്ടു. അത് പിടിക്കുന്ന ആരുടെ? CPMന്റെ വോട്ട് അവിടെ പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മറ്റേ പിന്നെ പുഷ്പനെ അറിയാമെന്ന് മുദ്രാവാക്യം വിളിച്ചത് പുഷ്പന്റെ അടുത്ത ബന്ധു BJP ഇല്ല. ശരിയാണ്, ഞാൻ വായിച്ചു. പുഷ്പന്റെ അടുത്ത ബന്ധു BJP ഇല്ല. ഇങ്ങനെ പലരും BJPയിലേക്കും RSSലേക്കും മാറിപ്പോകുന്നുണ്ട്. അടിത്തട്ടിൽ ഈ അടിയൊഴുക്ക് പോലെ RSSന്റെ പ്രവർത്തനം അവിടെ സ്ട്രോങ് ആവുന്നു. സേവാഭാരതിയുടെ ആംബുലൻസുകളൊക്കെ അവിടെ തേരാപ്പാര ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തിനും സേവാഭാരതി ഉണ്ട് എന്നൊരു തോന്നൽ കണ്ണൂരിൽ ഉണ്ടായി തുടങ്ങി. വളരെ സ്ട്രോങ് ആയി RSS അവിടെ. മാത്രമല്ല അവരുടെ ഈ പറയുന്ന പോലെ BJP പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. BJPയുടെ എല്ലാ പ്രവർത്തനവും വലിയ മികച്ചതാണെന്ന് കണ്ണൂരൊന്നും പറയാൻ പറ്റില്ല. RSS അവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. RSS അവിടെ എന്താ പറയുക, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള പ്രവർത്തനം പിന്നെ അവിടെ നടത്തുന്നു. അവിടെ നടത്തുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ വോട്ടായിട്ട് BJPക്ക് വോട്ടായിട്ട് മാറും. BJPയോടൊന്നും ചെയ്യണ്ട. ഇവിടെ BJPയുടെ ഇലയിട്ട് കൈയും കഴിയാനകത്ത് ഫ്രണ്ടിലോട്ട് ചെന്നിരുന്നു കൊടുത്താൽ ഈ RSSന്റെ പ്രവർത്തകരോടെ കിടന്ന് ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന്റെ ഗുണം ഇവർക്കത് കിട്ടും. അവരത് വോട്ടായി മാറ്റിക്കഴിഞ്ഞാൽ ഇത് CPMന് അറിയാം.
CPM അത് മനസ്സിലാവുന്നു. അപ്പോൾ CPM എന്ത് വേണം? CPM വേണ്ടുന്നത് ഇവരിൽ ഒരാളെ അല്ല വേണ്ടുന്നത്. ഇവരിൽ ഒരാളെ തൊടുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചടി കിട്ടും. തിരിച്ചടിക്കും. സ്ട്രോങ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരിച്ചടി എന്ത് ചെയ്യും? അവിടെ നടക്കും. ആ തിരിച്ചടിയിലാണ് ഞാനിപ്പോൾ ഒരു ദൃശ്യം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മൊബൈൽ എടുത്ത് നോക്കുന്നത് കേട്ടോ. അവിടുത്തെ ഒരു ദൃശ്യം അത് അപ്പോൾ അവിടുത്തെ ഒരു ദൃശ്യം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ അവരവിടെ നടത്തുന്ന അന്നദാനത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ്. വലിയ അന്നദാനമാണ്, വലിയ അന്നദാനവും വലിയ സന്നാഹ പ്രവർത്തനമാണ് സേവാഭാരതി അവിടെ കൊട്ടിയൂർ റിസോർട്ടൊക്കെ നടത്തി ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ സംവിധാനം അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചടിക്കുമ്പോൾ എന്ത് ചെയ്യും? രക്തസാക്ഷിയെ കിട്ടും. പിന്നെ രക്തസാക്ഷിയെ പൊക്കി പിടിച്ചുകൊണ്ട് കുറെ കാലം അങ്ങനെ നടക്കും. എന്തായിരുന്നാലും CPM-ന്റെ ഈ നീക്കം വിജയിക്കൂലേ നമുക്ക് കണ്ടറിയാം. പക്ഷേ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവരെല്ലാവരും കൂടെ കൂത്തുപറമ്പിൽ കുറച്ച് സമാധാനമുണ്ട്. പണ്ടത്തെ കൂത്തുപറമ്പിൽ നിന്ന് വ്യത്യസ്തമായി ആവറേജ് നോക്കുമ്പോൾ കുറച്ച് സമാധാനമുണ്ട്. പക്ഷെ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഒരു സമാധാനം അവിടെ തകർക്കപ്പെടും. ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.